ഈ അക്ബറിനും ഷാനവാസിനൊന്നും ബുദ്ധിയില്ലെന്നേ. അവന്മാർ ചുമ്മാ ആക്ഷൻ മാത്രമേ ഉള്ളൂ. ചുമ്മാ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഷാനവാസൊക്കെ ചുമ്മാ മീശ പിരിച്ചുകൊണ്ട് നടക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് അവന്മാർ ബുദ്ധി ഉപയോഗിച്ച് കളിക്കത്തൊന്നുമില്ല. അവന്മാർക്കൊന്നും ബുദ്ധിയില്ല. അവന്മാർക്ക് വെറും ശരീരം മാത്രമേ ഉള്ളൂ. ശരീരം വെച്ചാണ് കളിക്കുന്നത്. ഇങ്ങനെ ഈ പറയുന്നത് ബിന്നിയും അഭിലാഷും നൂറയും കൂടെ ചേർന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അഭിലാഷാണ് ഈ പറയുന്നത്. പാതിരാത്രിയിലാണ് ഡിസ്കഷൻ മൊത്തം നടക്കുന്നത്. ഇന്നത്തെ ടാസ്കിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷനാണ്. അതായത് നമ്മുടെ തുപ്പിയെടുക്കുന്ന വീക്കിലി ടാസ്ക് ഉണ്ടല്ലോ, അതിലെ പ്ലാനിംഗ് ആണ് ഇന്നലെ പാതിരാത്രിയിൽ നടന്നത്. അതിനിടയിലാണ് അഭിലാഷ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതുമാത്രമല്ല, രാത്രിയിൽ ആരുടെയെങ്കിലുമൊക്കെ തുപ്പി അടിച്ചു മാറ്റണോ, അത് തുപ്പി എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കണം, കിച്ചണിൽ കൊണ്ട് വെക്കണോ, അങ്ങനെ രീതിയിലുള്ള പ്ലാനിംഗ് ആണ് പാതിരാത്രി ഫുള്ള് നടന്നത്. അഭിലാഷും നൂറയും തമ്മിൽ വേറൊരു പ്ലാനിങ് നടക്കുന്നുണ്ട്. അതായത് നൂറ അഭിലാഷിൻ്റെ തോളിൽ കയറിയിരിക്കും. അപ്പോൾ എത്തത്തില്ലല്ലോ, നൂറയുടെ തലയിൽ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും എടുക്കാൻ സാധിക്കില്ലല്ലോ. ഈ ഒരു ഐഡിയ കിട്ടി ഷാനവാസിൻ്റെ കയ്യിൽ നിന്നാണ്. ഷാനവാസ് പറഞ്ഞത് രേണു സുധീനെ അക്ബറിൻ്റെ തോളിൽ കയറ്റി വെക്കും. അക്ബറിന് ഓൾറെഡി പൊക്കമുണ്ടല്ലോ, അപ്പോൾ പിന്നെ രേണുവിൻ്റെ തലയിരിക്കുന്ന തൊപ്പി എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു ഐഡിയ ഷാനവാസ് പറഞ്ഞിരുന്നു. ആ സഭയിൽ നമ്മുടെ അഭിലാഷ് ഉണ്ടായിരുന്നു. അത് അഭിലാഷ് നൂറയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അങ്ങനെ നൂറയും അഭിലാഷും കൂടെ പ്ലാൻ ചെയ്ത് അങ്ങനെ അവർ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നൂറ അഭിലാഷിൻ്റെ തോളത്ത് കയറി ഇരുന്ന് നോക്കുന്നുമുണ്ട്. ഇതൊക്കെ ഇന്ന് നടക്കുമോ ഇല്ലയോ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.